نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبون هينا وهو عند الله عظيم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പൊതുവെ വൈദ്യശാസ്ത്ര രംഗത്ത് പറയാറുള്ള ഒരു തത്വമുണ്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയാറുള്ളത്. അതായത് അസുഖം വരുന്നതിന് മുമ്പ് അസുഖം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നതാണ്. വന്നു കഴിഞ്ഞിട്ട് അതിന് ചികിത്സിക്കുന്നതിലേറെ നല്ലത് ആ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കുമോ അതെടുക്കലാണ് വൈദ്യശാസ്ത്രത്തിന്റെ നൈതികമായ തത്വം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതേ തത്വമാണ് തിന്മകൾക്കെതിരിൽ ഇസ്ലാം സ്വീകരിക്കുന്ന നിലപാട്. തിന്മ ഗൗരവപ്പെട്ടതാണ്. പക്ഷെ ആ തിന്മയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ തിന്മയിലേക്ക് എത്താതിരിക്കാനുള്ള സാഹചര്യത്തെ കൂടി വളരെ ഗൗരവപൂർവ്വം സമൂഹത്തെ, വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ് ഇസ്ലാമിന്റെ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ വിള്ളലുകളാണ് വലിയ ദ്വാരങ്ങളായി വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് കടന്നു പോകാറുള്ളത്. ഒരു അണക്കെട്ട് നമ്മുടെ കേരളത്തിൽ എപ്പോഴും ചർച്ചയാകാറുണ്ട്. ഇടുക്കി അണക്കെട്ടിന്റെ പ്രശ്നം ചില സമയത്ത് ചർച്ചയാവും, എല്ലാവരും ബേജാറാവും, പിന്നെ ചർച്ച പോവും. അതായത് ചെറിയ വിള്ളൽ ഒരു അണക്കെട്ടിന് വന്നാൽ അത് അത്ര നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളഞ്ഞാൽ അതായിരിക്കും പിന്നെ വലിയൊരു പ്രളയത്തിന് കാരണമാവുക. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും അള്ളാഹു വളരെ ഗൗരവമായി കൊണ്ടാണ് വീക്ഷിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം. ആയിഷ ബീവിക്കെതിരിൽ വ്യഭിചാര ആരോപണം വന്ന ഒരു സന്ദർഭത്തെ പറ്റി വിശുദ്ധ ഖുർആനിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആയിഷ ബീവി ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. പക്ഷെ സമൂഹത്തിൽ ചില ആളുകൾ അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ പത്നിയാവുമ്പോൾ അതിന്റെ ഗൗരവ ആഴം എത്രയാണ്. ആ സംഭവം വിശദീകരിക്കവേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇത് തലഖൗനഹു ബി അൽസിനതികും, നിങ്ങളത് നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റുപറയുന്ന സന്ദർഭം. ഏത്? ഈ ഒരു പരാതി, ഈ ഒരു ആരോപണം നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റുപറയുന്ന ആ സന്ദർഭം. വതഖൂലൂന ബി അഫ്വാഹികും മാ ലൈസ ലകും ബിഹി ഇൽം, അതിനെപ്പറ്റി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യാതൊരു വിവരവുമില്ല, ആരോ പറഞ്ഞു കേട്ടത് പറയാണ്. അങ്ങനെ യാതൊരു വിവരവുമില്ലാതെ നിങ്ങളെ വായ കൊണ്ട് ആ പറയുന്ന കാര്യമുണ്ടല്ലോ, വതഹ്സബൂനഹു ഹയ്യിനൻ, അതൊരു പക്ഷേ നിങ്ങൾ വളരെ നിസ്സാരമായിട്ടായിരിക്കും കാണുന്നത്. വഹുവ ഇൻദല്ലാഹിൽ അളീം, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് തിന്മയോടുള്ള വിശ്വാസികളുടെ സമീപനം എന്ന് പറയുന്നത് വളരെ ഗൗരവപൂർണമായിട്ട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്.
അതെങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ സമീപനം എന്ന് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഇന്നൽ മുഅ്മിന, നിശ്ചയമായും ഒരു സത്യവിശ്വാസി, യറാ ദുനൂബഹു, അവൻ പാപങ്ങളെ കാണുന്നു. ഏതുപോലെ? കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, ഒരാൾ ഒരു വലിയ മലയുടെ ചുവട്ടിൽ ഇരിക്കുന്നവനെ പോലെ. യഖാഫു അൻ യഖഅ അലൈഹി, അവൻ അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ മല എങ്ങാനും എന്റെ മുകളിലൂടെ വീണാലോ എന്ന് ഭയപ്പെടുന്നത് പോലെയാണ് ഒരു വിശ്വാസി തിന്മയുടെ വിഷയത്തിൽ ഉണ്ടാവുക എന്ന്. ആ തിന്മ എന്നെ ബാധിക്കുമോ എന്നുള്ള ബേജാറിലാണ് എന്ത് ചെയ്യുക. ഒരു മലന്റെ ചോട്ടിൽ കൂടി പോകുമ്പോൾ ആ മല വീഴുവോ എന്ന പേടിണ്ടാവും, എത്ര ഭയം ഉണ്ടാവും. അതേപോലെയാണ് തിന്മയോട് ഒരു വിശ്വാസി എടുക്കുന്ന സമീപനം. എന്നാൽ വഇന്നൽ ഫാജിറ, എന്നാൽ വിശ്വാസിയല്ലാത്ത ഫാജിറായ ഒരാളാണെങ്കിലോ, യറാദുനബഹു കദുബാബിൻ, അവൻ തിന്മകളെ കാണുക, പാപങ്ങളെ കാണുക ഈച്ചയുടെ ഉപമ പോലെയാണ്. എന്താ ഈച്ചയുടെ ഉപമ? മർറ അല അൻഫിഹി, ആ ഈച്ച നമ്മുടെ മൂക്കിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പാറി നടക്കും. ആ മൂക്കിന്റെ മുമ്പിലൂടെ പാറുമ്പോൾ നമ്മളൊന്നിങ്ങനെ അങ്ങോട്ട് ആട്ടും. കുറച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഭാഗത്ത് കൂടി വരും, അപ്പൊ അങ്ങോട്ട് ആട്ടും. യഥാർത്ഥത്തിൽ ആ ഈച്ചയുള്ള പശ്ചാത്തലവും സാഹചര്യം ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞു പോവുക. ഇതാണ് ഇതിന് പരിഹാരം. പക്ഷെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ ആട്ടിക്കളിക്കണത്, എപ്പോഴും ഇങ്ങനെ മൂക്കുമ്പോ വന്ന് ആട്ടിക്കളിക്കുന്ന ഒരു അവസ്ഥ. ഫഖാല ബിഹി ഹഖദ, എന്നിട്ട് ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ ഫാജിറായ ആള് തിന്മയോട് കാണിക്കുന്ന സമീപനം എന്നതാണ്. അതായത് തിന്മന്റെ പശ്ചാത്തലത്തിലും അതിന്റെ വലയത്തൊന്നും ഒരിക്കലും മാറൂല. അതിങ്ങനെ വരുമ്പോ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇടയ്ക്കൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെയുള്ള അതിനോടൊരു വളരെ ഉദാസീനമായ നിലപാടാണ് പിന്നെ ഫാജിറായ ആളുകൾ എടുക്കുക. എന്നാൽ വിശ്വാസികളാണെങ്കിലോ തിന്മയോട് വളരെ ഗൗരവപൂർവമായ നിലപാടാണ് എടുക്കുക. അതുകൊണ്ടാണ് ഇസ്ലാം തിന്മയെ മാത്രമല്ല, ആ തിന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വഴികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അതിനെ കൂടി ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്ത ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം. ആ മതം വിശ്വസിച്ച ആളുകൾക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അതുകൊണ്ട് ആ ഗൗരവം നമുക്കുണ്ടാവണം. ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ പറയുന്ന ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒന്ന്, ഇസ്ലാം ഫാൻസ് സംസ്കാരത്തിന് എതിരാണ്. എന്താ ഫാൻസ് സംസ്കാരം എന്ന് പറഞ്ഞാൽ? ഒരാളെ വിഗ്രഹവൽക്കരിക്കുക, അയാൾ അമിതമായി പുകഴ്ത്തുക, അതെന്തുമാകാം. അതിനിപ്പോ വേറെ സാധാരണ പറയാനുള്ളത് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ പ്രത്യേക അസോസിയേഷനുകൾ വരെയുണ്ട്. അത് രാഷ്ട്രീയക്കാരാവാം, അതല്ലെങ്കിൽ ഫുട്ബോളർമാരാവാം, സെലിബ്രിറ്റികളാവാം. അങ്ങനെ ഞാൻ അവരുടെ ആരാധകനാണെന്നാ പറയാം. ആരാധകൻ, ആ വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. നമുക്കൊരിക്കലും ഒരു വ്യക്തിനെ ആരാധിക്കാൻ പാടില്ലല്ലോ. വാക്കെന്നെ പറയുന്നതാണ് ഞാൻ അവന്റെ ആരാധകനാണ്. ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകള് ആ നിലക്കന്നെ പറഞ്ഞു പോകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമിതമായി പുകഴ്ത്താൻ ശ്രമിച്ചപ്പോൾ, നബിയെ കുറച്ച് ആൾക്കാർ അമിതമായി പുകഴ്ത്താൻ ശ്രമിച്ചപ്പോ റസൂലുള്ളാഹി അവരോട് പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ലാ തുതുരിയൂനി, നിങ്ങൾ ഒരിക്കലും പുകഴ്ത്തരുതേ, എന്നെ നിങ്ങൾ പുകഴ്ത്തരുതേ. ഏതുപോലെ? കമാ ഉതറത്തിൻ നസ്വാറ ഇബ്നു മറിയം, ഈ ഇബ്നു മറിയമിനെ അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. കാരണം അവർ പുകഴ്ത്തി അവസ്ഥ ഈസാ നബിനെ ആരാധിച്ചു. ഈസാ നബിയാണ് ദൈവം എന്ന് പറയുന്നിടത്തേക്ക് എത്തി. ആ അവസ്ഥയിലേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുപോകരുത്. ഫഇന്നമാ അന അബ്ദുഹു, നിശ്ചയമായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കണം അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും അവിടെ നിന്നുള്ള തിരുദൂതനുമാകുന്നു ഞാൻ എന്ന കൃത്യമായ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഒരിക്കൽ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ മനുഷ്യനാണല്ലോ, ഒരു സ്ത്രീനെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ പ്രതികരണം നോക്കി നിങ്ങൾ. ഫജഅല ഫളലു യൻദുറു ഇലൈഹാ വതൻദുറു ഇലൈഹി, അദ്ദേഹം ആ സ്ത്രീനെ ഇങ്ങനെ നോക്കുന്നു, ആ സ്ത്രീ അദ്ദേഹത്തെ തിരിച്ചു നോക്കുന്നു. അപ്പൊ റസൂൽ എന്ത് ചെയ്തു അറിയോ? ഫജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിഫു വജ്ഹൽ ഫളൽ, ആ ഫളലിന്റെ മുഖം പിടിച്ചു കണ്ട് തിരിച്ചു പോയിട്ട് എന്ത് ചെയ്തു? മുഖം പിടിച്ചു കണ്ട് ആ സ്ത്രീന്റെ മുഖത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചു. ഇലശക്കിൽ ആഹ, വേറെ ദിക്കിലേക്ക് അങ്ങോട്ടാക്കിയത്, നേരെ തല പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അവിടെ നോക്കണ്ട. അതായത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. എന്ത്? അനിദ്ദുബ്ബാർ വൽ മുസഫത്ത് വൽ നഖീർ വൽ മുഖയ്യിർ, ഇതൊക്കെ ഒരു പാത്രത്തിന്റെ പേരാ. എന്താ പാത്രങ്ങളൊക്കെ എന്നറിയോ?
ജാഹിലിയ കാലഘട്ടങ്ങളിൽ ആളുകൾ മദ്യം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ദുബ്ബ, മുസഫത്ത്, അതുപോലെ നഖീർ, മുഖയ്യർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അവരുടെ ആ മദ്യം ഉപയോഗിക്കുന്ന ചഷകങ്ങൾ, അതിന്റെ പാത്രങ്ങളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നഹ, അത് വിരോധിച്ചു. ആ പാത്രത്തിന് കുഴപ്പമൊന്നുമില്ല, ശരിക്കും ആ പാത്രത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പാത്രം മദ്യം ഉപയോഗിച്ച് വിളമ്പിയിരുന്ന പാത്രമായതുകൊണ്ട് നിങ്ങൾ ആ പാത്രം തന്നെ ഉപയോഗിക്കരുത് എന്ന്. എന്താ, ആ പാത്രങ്ങൾ ഉപയോഗിച്ച് ശീലായി കഴിഞ്ഞാൽ അതാ പഴയ മദ്യം ഇങ്ങനെ ഓർമ്മ വരും, ആ പഴയ അവസ്ഥയ്ക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് അതിന്റെ ആ രീതിക്ക് പോകാൻ പാടില്ല. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, അക്രമത്തിന്റെ സകല വഴികൾ, അക്രമത്തെ മാത്രമല്ല അക്രമത്തിന്റെ സകല വഴികളെയും ഇസ്ലാം നിരോധിച്ചു. അതിനുവേണ്ടി എന്താ ചെയ്തത്? ക്ഷമയെക്കുറിച്ച് അനവധി പാഠങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ക്ഷമിക്കണം. അതേപോലെ തന്നെ ബിലാത്താവുള്ളത് ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഉപദേശം വേണം എന്നപ്പോൾ റസൂലുള്ളാഹ് 3 പ്രാവശ്യം പറഞ്ഞു, കോപിക്കരുത്. അതെന്താ വെച്ചാൽ മനുഷ്യന് കോപം വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ കിട്ടൂല, പെട്ടെന്ന് എന്ത് ചെയ്യും? അക്രമത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകും. അപ്പൊ അക്രമത്തിന്റെ സാഹചര്യത്തെയാണ് ഇല്ലാതെയാക്കിയത്. നോക്കൂ നിങ്ങൾ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒരു സഹോദരന്റെ നേരെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ആയുധം വാങ്ങാൻ പാടില്ല, വെട്ടാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ആയുധം എടുക്കാൻ തന്നെ പാടില്ല. കാരണം എന്താ? എപ്പോഴാണ് പിശാച്ച് ആ ആയുധം നിങ്ങൾ കയ്യിൽ വെച്ച സമയത്ത് നിങ്ങളെ മനസ്സ് തെറ്റിച്ച് കളയാന്ന് പറയാൻ കഴിയില്ല. അപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കത്തിമടാലെടുത്ത് വരുന്ന സ്വഭാവം ഒരു വിശ്വാസിക്ക് പറ്റൂല. കാരണം പലപ്പോഴും പേടിപ്പിക്കാനാവും എടുക്കുക. പക്ഷെ ആ എടുത്ത സാധനം 1 പറഞ്ഞ് 2 പറഞ്ഞ് മൂന്നാമത് എന്ത് ചെയ്യും? അത് ഉപയോഗിച്ചാളും. പിന്നെ അവന് തോന്നുന്നു വേണ്ടിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് എന്ത്? എടുക്കാൻ തന്നെ പാടില്ല. കാരണം എന്താ? അത് നിങ്ങൾ അവസാനം നരകക്കുഴിയിൽ എത്തിച്ചേർക്കാൻ കാരണമാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു ചരിത്രത്തിൽ ചെയ്തൊരു സംഭവം, ഹുദൈബിയ സന്ധി നടന്ന മരത്തിന് ചുറ്റും ജനങ്ങൾ ഇങ്ങനെ വല്ലാതെ തടിച്ചുകൂടാൻ തുടങ്ങി. ഹുദൈബിയ സന്ധി നടന്ന ഒരു മരത്തിന്റെ താഴെ വെച്ചിട്ടാണ്. അപ്പൊ ആ മരത്തിന്റെ അടുത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വല്ലാത്ത ഭക്തിപൂർവ്വം വരാൻ തുടങ്ങി. അപ്പൊ ഉമർ റളിയല്ലാഹു ചെയ്തെന്താ അറിയോ? അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബലഅഹു അന്ന ഉനാസൻ യഅ്തൂന അശ്ശജറ അല്ലതി ബൂയ തഹ്തഹാ. ഒരു വിവരം കിട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്. എന്താ വാർത്ത? ജനങ്ങളൊക്കെ ആ ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയ മരത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഭക്തിപൂർവ്വം പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അവിടെ എന്തോന്ന് പോയ ഒരു പ്രത്യേകത ഉണ്ട്. ഏത് എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടി. അത് കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു ചെയ്തെന്താ അറിയോ? ഫഅമറ ബിഹാ, വേഗം കൽപ്പന കൊടുത്തു. ഫകുതിയത്, അത് വേഗം മുറിച്ചു കളയണം. ആ മരം തന്നെ അവിടെ വേണ്ട. കാര്യം എന്താ വെച്ചാൽ അത് പിന്നെ അന്ന് അതിന്റെ അടുത്ത് ഇങ്ങനെ പോകുന്നതിന് എന്തൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മളെ ഹറമിന്റെ വികസനം നോക്കൂ നിങ്ങൾ. ആ ഹറമിൽ ചെന്ന് കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള ഇതുപോലുള്ള സംഗതികള് ആ അടയാളം യഥാർത്ഥത്തിൽ അവിടെ കാണിക്കൂല. ആ അടയാളം കാണിക്കാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ അടയാളം മാത്രം കിട്ടിയാൽ മതി ആൾക്കാർ. അപ്പൊ മര്യാദക്ക് തവാഫ് ചെയ്യാൻ മനുഷ്യന്മാർ സമ്മതിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ട് യഥാർത്ഥ വിശ്വാസം എന്താണെന്നില്ലാത്ത ആൾക്കാർ അവിടെ വന്ന് എന്തുമൊക്കെ പോയിട്ടാണ് കെട്ടിമറിഞ്ഞു വീഴുന്നത്. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. എന്ത്? വേഗം വഴി തെറ്റാൻ ഇത്തരം കാരണങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നത്. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, പലിശ മാത്രമല്ല, പലിശയിലേക്കുള്ള മുഴുവൻ വഴിയും തടഞ്ഞു. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പിന്നെ ശപിച്ചിരിക്കുന്നു. ആരെ? ആകില റിബാ, പലിശ തിന്നുന്നവനെ, വമൂകിലഹു, അത് കൊടുക്കുന്നവനെ, വകാതിബഹു, അത് എഴുതി വെക്കുന്നവനെ, വശാഹിദൈഹി, അതിന് സാക്ഷികളായി നിൽക്കുന്നവരെ, വഖാല ലഹും സവാ, അവരെല്ലാവരും ഒരുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, വ്യഭിചാരത്തെ മാത്രമല്ല ഇസ്ലാം പ്രശ്നവൽക്കരിച്ചത്, വ്യഭിചാരത്തിലേക്കുള്ള മുഴുവൻ വാതിലുകളും ഇസ്ലാം അടച്ചു. വലാ തഖറബു സിനാ, ഒരിക്കലും നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അതിന്റെ വഴി എന്ന് പറയുന്നത് അത് മ്ലേച്ഛമാണ്, മോശമാണ്. ആ വഴിയിൽ തന്നെ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ, ഒരിക്കലും ഒരാണും പെണ്ണും മഞ്ഞ പുരുഷനും മഞ്ഞ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. കാരണം ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്വാൻ, അവിടെ മൂന്നാമനായി ശൈത്താൻ ഉണ്ടാകും. ഹായ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ വരിക പേഴ്സണലായിട്ട് പെൺകുട്ടികൾ ആൺകുട്ടികൾ. എന്നിട്ട് അതുമെന്നാണ് കത്തിപ്പടർന്നു ഇതൊക്കെ തുടങ്ങുക. ഇപ്പത്തെ പുതിയ കാലത്ത് പറയുമ്പോ റൂമിൽ ഒറ്റക്കാകാൻ പാടില്ല എന്ന് മാത്രമല്ല, അപരിചിതമായ സ്ഥലത്ത് ഒറ്റക്കാകാൻ പാടില്ല എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പോലും ഒറ്റക്കാകാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന വിനോദങ്ങളെ മാത്രമല്ല ഇസ്ലാം പ്രശ്നവൽക്കരിച്ചത്, അതിലേക്കുള്ള വഴികളെയും പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാമിനെ അത് മനുഷ്യന്മാരെ തെറ്റിക്കും. വമിനന്നാസി
നാസി, മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് മയ്യസ്തരി, കാശ് കൊടുത്തു വാങ്ങുന്ന ആളുകൾ, ലഹ്വൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങളെ കാശ് കൊടുത്തു വാങ്ങുന്ന ആളുകൾ. ഇന്ന് ഫോൺ റീചാർജ് ചെയ്യുന്നതിന് മഹാഭൂരിപക്ഷവും പോകുന്നത് MB എന്തിനാണ്? നമ്മൾ എന്ത് ഡൗൺലോഡ് ചെയ്യാനാണ് പോകുന്നത്? വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അഥവാ 60 മുതൽ 75% വരെ ആളുകൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യുന്നതും സെർച്ച് ചെയ്യുന്നതും സ്ക്രോൾ ചെയ്യുന്നതും വിനോദത്തിന്റെ പിന്നാലെയാകുന്നു എന്നത് കൃത്യമായ കണക്കാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് ലഹുവൽ ഹദീസ്. ലഹുവൽ ഹദീസ്, വിലക്ക് വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. എന്തിനാണത് വിലക്ക് വാങ്ങുന്നത്? എന്താണത് കൊണ്ട് സംഭവിക്കുക? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, യാതൊരു വിവരവുമില്ലാതെ അള്ളാന്റെ മാർഗത്തുനിന്ന് മനുഷ്യന്മാരെ തെറ്റിച്ചു കളയുന്ന പരിപാടിയാണത്. വയത്തഖിദഹാ ഹുസുവാ, തെറ്റിച്ചു കളയ മാത്രമല്ല, മതത്തിനോടൊരു പുച്ഛ മനോഭാവം അവർക്ക് വരികയും ചെയ്യും. ഞാർക്കെല്ലാം സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ പെൺകുട്ടികളോട് പോയിട്ട് തലയിൽ മക്കനോടൊന്ന് പറഞ്ഞു നോക്കിങ്ങൾ. അധിക ദൂരക്കൊന്നും പോകണ്ട, കുട്ടികളോട് പോയിട്ട് തലയിൽ മക്കനിട്ട് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം എന്ന് പറഞ്ഞു നോക്കി. എവിടുന്ന ഈ കാക്ക വരുന്നത് ആ കുട്ടിന്റെ മനസ്സിലുണ്ടാകുക. അതായത് എടോ, ഒരു കുട്ടി പറയണത് ഒരു മീറ്റർ തുണിയിലാണ് ഈമാനെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അത് തലയിലിടുന്നൊന്നുമില്ല. ഇവരെ വിചാരിക്കുകയാണ് പടച്ചോന്റെ ദീനമൊക്കെ മേയാണ്. ആരവര്? ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരതിനെ പരിഹാസത്തോടുകൂടി പുച്ഛത്തോടുകൂടി കാണും. അത് കാണുന്നത് ഈ വിനോദത്തിന്റെ ആ അളവ് കൂടുമ്പോഴാണ്, ഈ സംഗീതത്തിന്റെ അളവ് കൂടുമ്പോഴാണ്. അത് കൂടുമ്പോൾ മനസ്സിന് നിഫാക്ക് വരുമെന്നത് ഹദീസിൽ വന്നതാണ്. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അത് വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് 31-ാം അധ്യായം 6-ാം ആയത്തിലൂടെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താ അറിയോ? ഇത് വളരെ ദൂരമൊന്നുമല്ല. ഇന്ന് മുസ്ലിം സമുദായം സകല തിന്മയിലേക്കുമുള്ള വഴികൾ ഒന്നൊന്നായി ഹൈവേ തുറന്നു കൊടുക്കുന്നത് പോലെ തുറന്നു കൊടുക്കുകയാണ്. ഒന്നായിട്ട് തുറന്നു കൊടുക്കുകയാണ്. അതിന് പിന്നെ ഹദീസ് ആയത്തുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അത് ദുർവ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. പല രീതിയിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓരോന്ന് ഇങ്ങനെ പോവാം. ഇനി അതാരെങ്കിലും കുഴപ്പമാണ്, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ആണും പെണ്ണും ഒറ്റക്കാവാൻ പാടില്ല, അത് ശരിയാവില്ല. അതൊക്കെ ആകാശം പൊളിഞ്ഞിടും, നിങ്ങൾ ഇവിടുന്ന് വരുന്നേ, നിങ്ങൾ കുറച്ച് താടി വെച്ച മനുഷ്യന്മാരോട് വന്നിട്ട് അത് പാടില്ല. ഇസ്ലാം പറഞ്ഞത് ഒരു ജയില എന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് വലിയ സംഭവമാക്കി. എന്നിട്ട് പറയുമ്പോൾ കുറച്ച് ഏറെ കല്യാണം ആയിരിക്കുമ്പോൾ പറയാം ഓന് കുറച്ച് ദീനേറെ, മറ്റുള്ളവർക്ക് കുറച്ച് ഏറെ. എന്തായി ഏറെ? മര്യാദക്ക് ഒരു ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, അതുപോലെ ജമാഅത്ത് നിസ്കാരത്തിന് പോകുന്നുണ്ടാവും, ഓന് കുറച്ച് താടി നീളുണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറച്ച് ഏറെയായി. ഇത് വിമർശിക്കുന്നവരേറെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര വിശുദ്ധരും. ഈ രീതിയിലേക്ക് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ മാറി. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാനദണ്ഡം ഖുർആനല്ല, നമ്മുടെ മാനദണ്ഡം ഹദീസുകളല്ല, നമ്മുടെ മാനദണ്ഡം മുത്തുനബിയുടെ വാചകങ്ങളല്ല, നമ്മുടെ മാനദണ്ഡം സച്ചരിതരായ സലഫുകളുടെ വഴികളല്ല. നമ്മുടെ മാനദണ്ഡം ഇന്ന് റീൽസുകളാണ്. റീൽസുകളിൽ ആരെങ്കിലും കാണിച്ചു കൂട്ടുന്ന 30 സെക്കൻഡിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കുഴപ്പം? അവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, അവിടെ കല്യാണത്തിന് ഉണ്ടായല്ലോ, മറ്റേ സ്ഥാപനത്തിലുണ്ടായല്ലോ, അതിന്റെ റീൽസ് ഇവിടെ ഉണ്ടല്ലോ, ആ എളാപ്പാനോട് ഉണ്ടായല്ലോ, ഈ മൂത്താപ്പാനോട് ഉണ്ടായല്ലോ. ഈ ന്യായം പറഞ്ഞ് ഈ റീൽസ് വന്ന് ഈ റെക്കോർഡ് ചെയ്ത സാധനം ആരെങ്കിലും ബെഡ്റൂമിലുള്ള രംഗങ്ങൾ വരെ ഇനി ദൃശ്യവൽക്കരിച്ച് പുറത്തുവിടുന്ന സമയം അതിദൂരമല്ല. അതിന്റെ അപ്പുറത്തൊക്കെ എത്തിയിട്ടുണ്ട്. കെട്ടിപ്പിടിക്കണു ആൾക്കാരെ മുമ്പിൽ, കിസ് ചെയ്യണു, എന്നിട്ട് അത് സ്റ്റാറ്റസ് ആക്കുന്നു, അത് അയച്ചു കൊടുക്കുന്നു. എന്താ അത്? അത് വിമർശിക്കുന്ന ആൾക്കാർ വലിയ മാരകമായ കുറ്റം ചെയ്ത ആൾക്കാർ. ഇത് നമ്മൾ ഗൗരവപൂർവ്വം കണ്ടിട്ടില്ലെങ്കിൽ വിരല് കടിക്കേണ്ടി വരിക നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ പെൺമക്കളും മാത്രമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അധികം തെളിവൊന്നും പറയണ്ട. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത, ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്ത. ഉത്തർപ്രദേശ് എവിടെയാണ്? ഇന്ത്യ രാജ്യത്തുള്ള സംസ്ഥാനം. 3 കുട്ടികൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് പെൺകുട്ടികൾ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. എന്തേ കാരണം? ആ ചാടി ആത്മഹത്യ ചെയ്ത കുട്ടികൾ എഴുതി വെച്ച ഒരു മരണമൊഴിയും, ആ മൊഴിയിൽ എഴുതിയ എന്താ? സോറി പപ്പ, കൊറിയയാണ് ഞങ്ങളുടെ ജീവിതം. അച്ഛനോട് പറയണത് സോറി, ഞങ്ങൾ മരിക്കുകയാണ്, ഞങ്ങളൊന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കൊറിയയാണ്. എന്താ സംഭവം എന്നറിയാം? കൊറിയയിലൊരു മ്യൂസിക് ഉണ്ട്, ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. ആ മ്യൂസിക് ബാൻഡാണ് ഇന്ന് കുട്ടികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കുട്ടികൾ ഇങ്ങനെ ഇരുട്ടത്ത് പോയിട്ട് ആരും കാണാതെ ഫോൺ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ, ഈ കാണുന്ന സാധനതാണ്. എന്നിട്ട് അതിങ്ങനെ കണ്ട് ആവർത്തിക്കുമ്പോൾ അതിനോടൊരു ഹരം തോന്നുകയാണ് കുട്ടി. എന്നിട്ട് ഈ കുട്ടികളെ പിന്നെ അതിന്റെ പിന്നാലെ പോകുമ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും കൊറിയയിലെത്തണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ഉത്തർപ്രദേശിലല്ലേ?
ഏതാനും ഒരു വർഷം മുമ്പാണ് നമ്മുടെ അങ്ങാടിപ്പുറത്തുനിന്ന് 3 കുട്ടികൾ, യൂണിഫോം ഇട്ട +2 പഠിക്കുന്ന 3 പെൺകുട്ടികൾ ട്രെയിനിൽ കയറി പോകുന്നത് ഓട്ടോറിക്ഷക്കാരൻ നാട്ടുകാരൻ കണ്ടു. ആ നാട്ടുകാരൻ അറിഞ്ഞ് പിടിച്ചു നോക്കുമ്പോൾ എന്താ, ഇവർ കൊറിയയിലേക്ക് പോവുക. 3 കുട്ടികളെ ബാഗിലും കാശുണ്ട്, അവരുടെ ആഭരണം വിറ്റ പൈസ ഉണ്ട്, ഇതെടുത്ത് പോയി ഞങ്ങൾ കൊറിയയിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 2-3 കുട്ടികളെ എയർപോർട്ടിൽ നിന്ന് പിടിച്ചോണം. ഇപ്പൊ അതാ ഈ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ കൊറിയയാണ് ഞങ്ങളുടെ ജീവിതം, അതുകൊണ്ട് അവിടുത്തെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ഞങ്ങൾ പോണത്. എന്നിട്ട് അവിടെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലാണ് എന്ത് ഈ കുട്ടികൾ മനം നൊന്തുകൊണ്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയും അതും അവിടെ നിന്നോ. അതിൽ മനം നൊന്തുങ്ങാണ്ട് കേരളത്തിൽ ഒരു 8ാം ക്ലാസ്സുകാരി, കേരളത്തിൽ ഒരു 8ാം ക്ലാസ്സിലുള്ള പെൺകുട്ടി, ഏതാ ക്ലാസ് നിങ്ങൾ ഓർത്തു വെച്ചോളൂ, 8ാം ക്ലാസ്സിലുള്ള പെൺകുട്ടി കോറിയിൽ ചാടി മരിച്ചു. എന്ത്, ആ 3 കുട്ടികൾ മരിച്ചതിൽ ദുഃഖിച്ചു കണ്ടു. അവരാണ് ഞങ്ങളെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. എന്താ നമ്മളെ മക്കൾ കാണുന്നത്? അതായത് ഇത് നമ്മൾ ഇനി മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ ഗുരുതരമാണ്. നമ്മൾ കരുതിയിരിക്കണം. സോഷ്യൽ മീഡിയയിലെ കെട്ടുകാഴ്ചകളല്ല നമ്മുടെ കുട്ടികളുടെ മാനദണ്ഡമായി മാറേണ്ടത്. ഇപ്പൊ അധ്യാപകരടക്കം ഞാൻ അങ്ങനെ തന്നെ പറയും, അധ്യാപക സമൂഹം കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടവരാണ്. പക്ഷെ ഇന്നെന്താ, ഇന്നൊരു സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം വരുമ്പോ അത് ഏതെങ്കിലും വല്ല സ്കൂളിലോ ഏതെങ്കിലും വല്ല സ്ഥാപനത്തിലോ ആരെങ്കിലും കാണിച്ചു കൂട്ടിയ റീൽസ് ഉണ്ടാവും. ആ റീൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സ്കൂളിലുണ്ട്, എന്നാ ഈ സ്കൂളിലായിക്കോട്ടെ. എന്നിട്ട് ഈ റീൽസിനനുസരിച്ച് കുട്ടികൾ ഓരോന്നും ഇങ്ങനെ ദിവസം കൊണ്ടുവരിക. സർ ഇത് നടത്തട്ടെ, അത് നടത്തട്ടെ, അങ്ങനെ നടത്തട്ടെ, ഇങ്ങനെ നടത്തട്ടെ. അതിന് എന്നിട്ട് അതെന്താ കുഴപ്പം, അതല്ലേ പുതിയ കാലം, അതില്ലെങ്കിൽ നമ്മളെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടൂല. അങ്ങനെ കുറെ അധ്യാപകർ അതിന് വരിക. വേറെ കുറച്ച് ആൾക്കാരെ അത് പറ്റൂല എന്ന് പറയാം, പോലെ തന്തവൈബിന്റെ ആൾക്കാരായി മാറും, ഓർക്ക് കാലം തിരിയാത്തവരായി മാറും. ഇത് വീട്ടിലുണ്ട്. എളാപ്പ മൂത്താപ്പ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോ എന്താ, എളാപ്പാക്ക എന്റെ കുട്ടിക്കുണ്ടല്ലോ, അവനെ പോകാൻ സമ്മതിച്ചല്ലോ, രാത്രി പോകാൻ സമ്മതിച്ചല്ലോ, അവിടെ DC പാർട്ടിക്ക് പോകാൻ സമ്മതിച്ചല്ലോ, ആ ജാതി ടൂറിന് പോകാൻ സമ്മതിച്ചല്ലോ, എന്താ നിങ്ങൾ എനിക്ക് മാത്രം സമ്മതിക്കാത്തത്? അപ്പൊ എളാപ്പ സമ്മതിക്കും, മൂത്താപ്പ സമ്മതിക്കൂല. അപ്പൊ വീട്ടിൽ എന്തായി, 2 വിഭാഗമായില്ലേ ആൾക്കാർ. അപ്പൊ എന്തായി, ഈ സമ്മതിക്കാത്തവൻ കാലം തിരിയാത്തവൻ, അവൻ അനുഷ്ഠാന തീവ്രവാദി, ഓൻ ദീന് കുറച്ച് ഏറിയുണ്ട്. എവിടുക്കാ നമ്മൾ പോണത്? ഇത് അവസാനം മതനിഷേധത്തിലേക്കല്ലാതെ എവിടെ എത്തൂല. എഴുതി വെച്ചോളൂ. ഇത് ഞാൻ പറയുന്നത് എവിടെയെങ്കിലുള്ള കാര്യമില്ല, ഓരോരുത്തരുടെ പേരിലുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത്ര ഗൗരവത്തിലേക്ക് ആവശ്യം. ഇത് പറയുന്നവനാണ് കുറ്റക്കാരൻ, പറയുന്നവൻ എന്തോ ഒരു കുഴപ്പക്കാരൻ. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഈ മഹലിനെ പറ്റി പറയണത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് തൂക്കിക്കൊന്നാലും ശരി, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വിഷയം നമ്മുടെ കല്യാണങ്ങളാകട്ടെ, നമ്മുടെ വിവാഹങ്ങളാകട്ടെ, നമ്മുടെ പ്രോഗ്രാമുകളാകട്ടെ, ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഈ റീൽസിൽ കാണുന്നതല്ല നമ്മുടെ ജീവിതം. അത് നമ്മുടെ മക്കളോട് കൃത്യമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. ഒരിക്കലും ട്രെൻഡിനോടൊപ്പമല്ല നമ്മൾ ആരും സഞ്ചരിക്കേണ്ടത്. ഇതൊക്കെ ഇനി തിരിച്ചു വരില്ല. അപ്പോൾ സർക്കാർ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞ ആസ്ട്രേലിയ നിയന്ത്രിച്ചു തുടങ്ങി. ഇത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ ഗുരുതരാവസ്ഥയിലേക്കാണ് പോവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മയെ മാത്രമല്ല തിന്മയിലേക്കുള്ള വഴികൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അടക്കണം. ആ വഴി മുഴുവൻ തുറന്നു വെച്ചിട്ട് പിന്നെ അവസാനമായിക്ക് എത്തിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മത്സ്യത്തിന് കുളത്തിൽ നിന്ന് അതിനെ പിടിച്ച് കരയിലിടുമ്പോഴാണ് ആ വെള്ളത്തിന്റെ മഹത്വം മനസ്സിലാവുക. അതുവരെ മത്സ്യത്തിന് ആ വെള്ളത്തിന്റെ മഹത്വം മനസ്സിലാവില്ല. കരയിലിടുമ്പോൾ മനസ്സിലാവും. അപ്പൊ ശ്വാസം കിട്ടാതെ പടി. ഇതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ദീനി അറ്റ്മോസ്ഫിയറിൽ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ വില നമുക്കറിയില്ല. ആ ദീനി പശ്ചാത്തലം പോയിട്ട് വേറൊരു അന്തരീക്ഷത്തിൽ എത്തുമ്പോഴാണ് അതിന്റെ വിഷമം നമുക്ക് ശരിക്കും മനസ്സിലാവും. അത് പിന്നീട് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ കുടുംബം ഒരു ദീനി അന്തരീക്ഷത്തിൽ നിന്ന് പോകുന്നതിനെ നമ്മൾ നല്ല നിരീക്ഷണം ആ വിഷയത്തിൽ ഉണ്ടാകണം. നമ്മളെ കുട്ടികൾ നല്ലൊരു വിഭാഗത്തിൽ പോയിട്ടുണ്ട്. ഞാനൊരു തെളിവ് പറഞ്ഞുതരാം. കുട്ടികളോട് നിങ്ങൾ പറയണം, ഇപ്പൊ ഇവിടെ CRE നടക്കലുണ്ട്. CRE എന്താ അറിയോ, ഈ +1 +2 ഡിഗ്രി പ്രായത്തിലുള്ള കുട്ടികൾക്ക് മദ്രസയിൽ പഠിച്ചതിന്റെ ബാക്കി പഠിപ്പിച്ചു കൊടുക്കണം. മദ്രസയിലാകെ ചെറിയ ഒരു വർഷം കൊണ്ട് കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ഒട്ടുപൊട്ടും തിരിയാത്ത സമയത്ത് പഠിക്കുക. ഈ കോളേജ് പഠിക്കുന്ന സമയത്താണ് പിന്നെ ഇത് ഇങ്ങനത്തെ എല്ലാ മാതാങ്കൂത്തും കാണുന്നത്. അപ്പൊ അതിന്റെ യഥാർത്ഥ ഇസ്ലാമിക കാര്യങ്ങൾ എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണേ സിലബസ് വെച്ചുള്ള പഠനമാണ് CRE.
പക്ഷെ നമ്മുടെ കുട്ടികൾ 8ലും 9ലും 10ലും +1 +2 ഡിഗ്രിയും പഠിക്കുന്ന കുട്ടികൾ എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്? ചോദിച്ചാൽ എന്താ പറയുന്നത്? എനിക്ക് ഒഴിവില്ല, എനിക്ക് ക്ലാസ് ആണെന്നാണ്. അപ്പൊ ആ ക്ലാസ് പോയി 10 മണിക്കാണ് ഇപ്പൊ ട്യൂഷൻ. 10 മണി വരെ ട്യൂഷനാണ്. ഞാൻ ചോദിക്കുന്നത്, എപ്പോഴാണ് ഈ കുട്ടികൾ പിന്നെ ഒന്ന് മര്യാദക്ക് കടന്നുറങ്ങുന്നത്? ഇവർ ഈ പഠിച്ച കാര്യം എപ്പോഴാണ് അവരൊന്ന് ആലോചിക്കുക. കാരണം രാവിലെ 7 മണിക്ക് ഇറങ്ങും. 7 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി വരെ എന്ത് ചെയ്യുക? 5 മണി വരെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ. അത് കഴിഞ്ഞ് പെരീക്കൊണ്ട് എത്തി ഒരു ചായ കുടിക്കുമ്പോഴേക്കും എന്ത് ചെയ്യാണ്? പിന്നെ ഈ സംഗതിക്ക് പോവുക. എന്നിട്ട് രാത്രി 10 മണി വരെ. ഇത് ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ രാത്രി 10 മണി വരെ ആണും പെണ്ണും കൂടുക. ഞാനത് അടച്ചാക്ഷേപിക്കല്ല. പല പാരലൽ കോളേജിലത്തെ അധ്യാപകരും ഏകദേശമൊക്കെ ഈ പ്രായക്കാരുണ്ട്. അതിലേറെ 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ 10 വയസ്സോ കൂടുക. ഏകദേശം ഇതേ മാനസികാവസ്ഥയാണ്. ഇവിടെ കുട്ടികളും തന്നെ എവിടെ എല്ലാ സ്വാതന്ത്ര്യം കിട്ടുന്ന പിന്നെ ട്യൂഷൻ സെന്ററിൽ തെരഞ്ഞെടുക്കുക. അത് ആഴ്ചയിൽ ഒരു DJ പാർട്ടി, ഒരു മാസത്തിലൊരു ടൂറ്. എന്നിട്ട് അതും കശക്കി കൂടി ഏതെങ്കിലും വല്ല സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ പുകട്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് ആണിനെയും പെണ്ണിനെയും കെട്ടിപ്പിടിപ്പിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുക. ഇവർ കാശുണ്ടാക്കാണ്. ഇത് നമ്മളെ കുട്ടികളെ കുരുതി കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ കുട്ടിനോട് ഇവിടെ വന്നുകൊണ്ട് ഒരു ക്ലാസ് പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ്സാണ്, എനിക്ക് പരീക്ഷയാണ്. എന്നാൽ ഇതേ കുട്ടികൾ തന്നെ വേറെ ഒരു ആവശ്യമുള്ള ഒരു കാര്യത്തിനാണെങ്കിലോ ഓല അതിനൊക്കെ പോകുന്നുണ്ടാവും. എല്ലാ യാത്രയും പോകുന്നുണ്ടാവും, എല്ലാ ടൂറും എല്ലാ പരിപാടിക്കും പോകുന്നുണ്ടാവും. അപ്പൊ അവനാൻ ആവശ്യമുള്ളതിന് പോകും, ആവശ്യമില്ലാത്തതിന് പോരില്ല. ഇത് വിച്ഛേദിച്ച് ഇതിലൊരു തീരുമാനം എടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നുണ്ടോ? രക്ഷിതാക്കൾക്ക് പലപ്പോഴും കഴിയണില്ല. കാരണം എന്താ വെച്ചാൽ കുടുംബങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ദീനീ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് അതിന് വരാനും അതിന് പോകാനും. എനിക്ക് വയറുവേദനയാണ്, എനിക്ക് പോകാൻ നേരമില്ല, പെരിയിൽ ആളില്ല. എന്നാൽ വേറെ ആഘോഷ ത്വര നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. യാത്രകൾ നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ അവിടെ എത്ര കല്യാണത്തിന് പോകാം, എത്ര സൽക്കാരത്തിന് പോകാം, എന്ത് പരിപാടിക്കും പോകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ അതൊക്കെ പ്രശ്നം. ഞാനത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇതിനൊക്കെ നമ്മൾ മാറി നിന്നൊരു കൾച്ചറിൽ നമ്മളെ കുടുംബം ജീവിച്ചാൽ അവരൊന്നും കല്യാണം കഴിക്കാൻ കിട്ടൂല. രണ്ടാമത് കല്യാണം കഴിച്ചാൽ തന്നെ മര്യാദക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ മുതലുകൊണ്ട് സ്വസ്ഥമായിട്ട് കുടുംബത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവിടേക്കാണ് കാലം പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വിശുദ്ധമായ ഒരു പ്രദേശം, ഒരു മഹല്ല്, ഒരു സംവിധാനം, ഇവിടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മളെ മക്കളും കുട്ടികളൊക്കെ എത്തിച്ചാൽ നമുക്ക് നന്നു. അല്ലെങ്കിൽ അതിന്റെ പരിക്ക് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഏൽക്കേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കണം. നല്ലൊരു അവസരമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതൊന്നും എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തുക. അതെന്താ? പഠിച്ച ആയുസ് തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മാസത്തിന്റെ പകുതി ആവുമ്പോൾ റമദാൻ നമ്മുടെ അടുത്തേക്ക് വരിക. എന്തിനാ റമദാന്? വർഷത്തിലൊരിക്കൽ മനുഷ്യന്മാരെ എന്ന് ദീനീ സാഹചര്യത്തിലേക്ക് നിർബന്ധപൂർവ്വം കയറിട്ട് കൊണ്ടുവരാനാണ്. അത് കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കുട്ടികളും പോരണം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാനാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്, റമദാൻ മാസം നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. ഇത് ചെയ്തിട്ടില്ല. അപ്പൊ അതിനെന്ത് വേണം? നമ്മൾ റമദാന്റെ മഹത്വം മനസ്സിലാക്കണം. അത് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു. നമ്മൾ കുത്തുബ കുറെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കുട്ടികൾക്ക് എത്രത്തോളം അറിയും? ഇപ്പൊ കഴിഞ്ഞ വർഷം എന്റെ അടുത്ത് വന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടി ഹോസ്റ്റലിൽ പോയിട്ട് 2ാമത് വന്നപ്പോ റമദാൻ മാസമാണ്, പള്ളിക്കൊക്കെ പോകാൻ ചുമ പോലില്ല, അതുപോലെ തന്നെ മറ്റു ജമാഅത്ത് നിസ്കാരത്തിനും പോകണില്ല. അപ്പൊ അവരത്ര മൈൻഡ് ചെയ്തില്ല കുടുംബം. പക്ഷെ റമദാനിലേക്ക് കടന്നപ്പോ നോമ്പില്ല. അപ്പൊ ഒരു ദിവസം വല്ല വയറുവേദന വിചാരിച്ചു, 2ാമത്തെ ദിവസവും നോമ്പില്ല, 3ാമത്തെ ദിവസവും നോമ്പില്ല. അപ്പൊ പിന്നെ എല്ലാവരും പാടെ കൂടി ചോദിച്ചു നോക്കുമ്പോ എന്തിനാ നോമ്പ് എടുക്കണു? ഈ കുട്ടി മതം വിട്ടുക്കണു. ഇവര് മനസ്സിലാക്കിയിട്ടില്ല. നല്ലോണം ആലോചിച്ചു. കുട്ടികളൊക്കെ പെട്ടെന്ന് പോകും. പറഞ്ഞതിന് ചുരുക്കം അത്രയേ ഉള്ളൂ. നമ്മൾ വേറെ ലോകത്ത് ജീവിച്ചാൽ ദീനി ലോകത്തേക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് കണ്ടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.